ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ദിസ് അഭിലാഷ് വൃന്ദാവൻ അഗൈൻ ഫ്രം NRI ട്രേഡർ അക്കാഡമി. എല്ലാവർക്കും ഹാപ്പി ആവണം കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട്, നമ്മുടെ ഈ NRI ട്രേഡർ മലയാളം എന്ന ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഇക്വിറ്റി ട്രേഡിംഗ് ചെയ്തിട്ട് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് F&Oയിൽ തന്നെ പോയിട്ട് മാത്രമേ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണ, അല്ലെങ്കിൽ പിന്നെ ഇൻട്രാഡേ ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന ധാരണ മാറ്റി നമുക്ക് ഇക്വിറ്റി ട്രേഡിങ്ങിൽ നിന്ന് 30-40% CAGR എവറി ഇയർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എവറി ഇയർ ഇൻ ദ സെൻസ് പിന്നെ നമ്മുടെ പൈസ 3 വർഷം കൊണ്ട് ഡബിൾ ആക്കണം. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഒരു വർഷം ചിലപ്പോൾ കുറവ് വരും, അടുത്ത വർഷം ചിലപ്പോൾ കൂടുതൽ വരും, ഏറ്റവും അവസാനത്തെ വർഷം ഏറ്റവും കുറവ് വരും. അപ്പം ഓൺ ആൻ ആവറേജ് ഞാൻ പറയുന്നത് 3 ഇയർ കൊണ്ട് നമ്മുടെ പൈസനെ നമുക്ക് ഡബിൾ ചെയ്യാൻ പറ്റണം. അപ്പോൾ 30-40% CAGR മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരിക എന്നുള്ളതായിരുന്നു എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഒരു വർഷം കൊണ്ട് എൻ്റെ ഒരു അജണ്ട, അല്ലെങ്കിൽ എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ പോയിട്ട് പൈസ കളയാതെ ഇക്വിറ്റി ട്രേഡിംഗ് ചെയ്തിട്ട് നമ്മൾക്ക് മാന്യമായ രീതിയിൽ, നല്ല മാന്യമായിട്ടുള്ള പിന്നെ പ്രോഫിറ്റ്സ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് ഞാൻ തുടങ്ങിയ സമയത്തും പറയുന്നത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് ചെറുതാക്കി. അപ്പോൾ ഞാനിവിടെ എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട്. ഇവിടെ വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഓൾഡസ്റ്റ് വീഡിയോ ഇതിൽ പോയി നമ്മൾ ആദ്യത്തെ വീഡിയോ ഏതാണ്, ഇതാ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 1 ഇയർ ആണ് ഇവിടെ. ഓക്കെ, ദിസ് കമ്പനി റിഫൈൻസ് വേൾഡ്സ് 1/3 ഓഫ് ഗോൾഡ്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ, രാജേഷ് എക്സ്പോർട്സ്. അപ്പം ഈ ഒരു കമ്പനിയെ കുറിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഗതി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ വിൽ ടോക്ക് അബൌട്ട് എവറിത്തിങ്, നോ പ്രോബ്ലം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ബാക്ക് എൻഡിലേക്ക് പോകാം, എന്നാലേ ഡേറ്റുകൾ കാണാൻ പറ്റുള്ളൂ. കാരണം P&L എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ കുറേ ലാഭങ്ങൾ നിങ്ങളെ കാണിച്ചു തരിക, ഞാൻ എത്ര പൈസ ഉണ്ടാക്കി എന്നുള്ളത് കാണിച്ചു തരിക, അല്ലെങ്കിൽ പിന്നെ ട്രേഡിംഗ് അക്കൗണ്ട് തുറന്ന് കാണിച്ചു തരിക, ഇത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് കൃത്യമായിട്ടുള്ള, ഇതിപ്പോൾ കാരണം ഇതൊരു ഓപ്പൺ ബുക്കാണ്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ August 15, 2023 ആണ്. ഓക്കെ, August 15, 2023 വീഡിയോ പോസ്റ്റ് ചെയ്തു, ആദ്യത്തെ വീഡിയോ. ഓക്കെ, അതേ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. രാജേഷ് എക്സ്പോർട്സ് 15 August 2023. ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് 15th August മുതലുള്ള കാര്യങ്ങളാണ്. ആദ്യത്തെ വീഡിയോ വന്നത് 15th August അപ്പം അതേ ഡേറ്റ് മുതലാണ് ഞാനിപ്പോൾ P&L ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ മുതൽ നോക്കി താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 29th March 2024 വരെയുള്ള വീഡിയോസാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സ്റ്റാർ ഹെൽത്ത് അത് ലാസ്റ്റ് വീഡിയോസാണ്, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ വന്ന വീഡിയോ ആണത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടം വരെയുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ, അതല്ലേ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഇവിടെ ഉള്ളത് ലൈവ് ട്രേഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ പേര്, ബൈ ഡേറ്റ്, ബൈ പ്രൈസ്, ക്വാണ്ടിറ്റി, ബൈ വാല്യൂ. ഇനിയിപ്പം അതും നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട, കാരണം ഞാനിവിടെ കോമൺ ആയിട്ടുള്ള 10,000 റുപ്പീസാണ് ഞാൻ ഓരോ ട്രേഡിലും നിക്ഷേപിക്കുന്നത് എന്നാണ് ഞാനിവിടെ എന്താ പറയുക അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഹൈപ്പത്തറ്റിക്കൽ ഫിഗേഴ്സാണ്, നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ. അപ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോൾ ഇവിടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 184% പ്രോഫിറ്റ് ഉണ്ടായി എന്ന് വെച്ചിട്ട് ഞാനിവിടെ കൂടുതൽ പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അങ്ങനെ ചെയ്താലും നമ്മുടെ CAGR കൂടുതൽ കാണിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയും ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് ഒരൊറ്റ എമൗണ്ട് 10,000 റുപ്പീസാണ് നമ്മൾ ഈച്ച് ട്രേഡിലേക്ക് നമ്മൾ പോയിരിക്കുന്നത്. അതേപോലെ തന്നെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ കറൻറ്റ് പ്രൈസ്, കറൻറ്റ് ഗെയിൻ, P&L ആണ് ഇവിടെ, എത്ര നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടായി. ഇത് ഡേയ്സ് ആണ്, എത്ര ദിവസം നമുക്ക് ഓരോ ട്രേഡിനെയും ഹോൾഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് 398 ദിവസങ്ങളുമായിട്ട് രാജേഷ് എക്സ്പോർട്സ് ഉണ്ട്. ഇവിടെ താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് നോക്കാം നമുക്ക്, താഴെ 171 ദിവസങ്ങളാണ്. ഓക്കെ, അപ്പോൾ 171ഉം 398ഉമാണ് നമ്മുടെ ആവറേജ് വന്നിരിക്കുന്നത്. സ്ട്രാറ്റജി കോഴ്സിൽ വരുന്ന സ്ട്രാറ്റജിയാണ്, അത് ഞാനിവിടെ റിവീൽ ചെയ്യുന്നില്ല. ദെൻ ടാർഗറ്റ് പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ പൊട്ടൻഷ്യൽ ഗെയിൻ എത്രയാണ് കിട്ടുന്നത് അതിവിടെ കൊടുത്തിട്ടുണ്ട്, റിമൈനിങ് ഗെയിൻ എത്രയുണ്ട് അതിവിടെ കൊടുത്തിട്ടുണ്ട്, ദെൻ ടാർഗറ്റ് വാല്യൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് CAGRൻ്റെ ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഇത് CAGR ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ആവുന്നൊരു ഷീറ്റാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു പിന്നെ ഷീറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നേരെ എന്ത് ചെയ്യുക, എഗെയിൻ നമ്മുടെ ചാനലിൽ വരിക. ചാനലിൽ വന്നിട്ട് ഇവിടെ സെർച്ചിൽ വരിക. ഇവിടെ മേലെ അല്ല സെർച്ച് ചെയ്യേണ്ടത്, ഇവിടെ താഴെ വന്ന് സെർച്ച് ചെയ്യുക. എന്താ സെർച്ച് ചെയ്യേണ്ടത്? ഇവിടെ ഹൗ ടു മാനേജ് യുവർ പോർട്ട്ഫോളിയോ. ഓക്കെ,
നോക്കാം എന്താ വരുന്നത്. ഇതാ ഹൗ ടു മാനേജ് യുവർ ട്രേഡിംഗ് പോർട്ട്ഫോളിയോ വിത്ത് ഗൂഗിൾ ഷീറ്റ്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട്, എങ്ങനെയാണ് നമുക്കൊരു PNL ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്താലും നമുക്കത് കാണാൻ പറ്റും എത്രയാണ് നമ്മുടെ CAGR എന്നുള്ള കാര്യം. അപ്പോൾ ഒരു വട്ടം നിങ്ങളത് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് അത് അതേപോലെ തന്നെ നിങ്ങളുടെ പിന്നെ എക്സൽ ഷീറ്റിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എക്സലിൽ പറ്റില്ല, ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിലേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, നമുക്കിനി നോക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബൈയിങ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പിന്നെ ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിൽ 18th August 2023 അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ് പഞ്ചാബ് നാഷണലിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരികയാണ്, വേറെ ഒന്നുമല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അല്ലെങ്കിൽ ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സമയമാവും. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിൽ പോയി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് അവിടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇവിടെ കാണിക്കാം. ഇവിടെയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉള്ളത്. 18th August 2023. ഓക്കെ, അപ്പം അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഓരോന്നിൻ്റെയും ഡേറ്റ് അതേ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്, ഒരു മാറ്റങ്ങളും ഇല്ല. അപ്പോൾ പഞ്ചാബ് നാഷണൽ ട്രേഡ് നിങ്ങൾ നോക്കിയത് 18th August 2023. അപ്പോൾ 128% നമുക്ക് ടാർഗറ്റ് കിട്ടിയിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ. ഇവിടെ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? PNB 63 എൻട്രി ചെയ്തു, ഗെയിൻ 120%. അപ്പോൾ 120% ഞാൻ എക്സിറ്റ് ആയി, അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ട്രേഡ് സക്സസ് ആയിട്ട് ടാർഗറ്റ് അച്ചീവ് ആയതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല അല്ലേ. നമുക്കിനി നോക്കേണ്ടത് ഏതൊക്കെ ട്രേഡിലാണ് ടാർഗറ്റ് അച്ചീവ് ആകാത്തത്, അതിൽ ഞാൻ എന്താണ് എൻ്റെ സ്റ്റാൻഡ്, ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ എന്താണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ രാജേഷ് എക്സ്പോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാത്ത ഒരു വ്യക്തിയാണ്, സ്റ്റോപ്പ് ലോസ് ഞാൻ ഉപയോഗിക്കാറില്ല. സോ രാജേഷ് എക്സ്പോർട്സ് ഞാൻ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ആ കമ്പനിയിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുതായിട്ടൊന്നും സംഭവിക്കുന്നില്ല. ചില ബിസിനസ്സുകൾക്ക് നമ്മൾ കുറച്ച് സമയം കൊടുത്തേ പറ്റുള്ളൂ. നമ്മൾ എൻട്രി എടുത്ത സമയത്ത് ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയതുകൊണ്ട് മാത്രമാണ് നമ്മളുടെ ഒരു ടാർഗറ്റിൽ അല്ലെങ്കിൽ റഡാറിൽ ആ സ്റ്റോക്ക് വരികയും അതിനുശേഷം എൻട്രി എടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം തന്നെ ടാർഗറ്റിൽ എത്തണമെന്ന് നമ്മൾ കരുതുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. എനിക്കിപ്പോൾ ഓക്കെയാണ് രാജേഷ് എക്സ്പോർട്സിനെ ഹോൾഡ് ചെയ്യാൻ. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം, ബിക്കോസ് എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു കമ്പനിയാണ് രാജേഷ് എക്സ്പോർട്സ്. ഓക്കെ, ഇതിനു മുമ്പ് ഒരുപാട് സമയം ട്രേഡ് ചെയ്തിട്ടുള്ള ആ സ്റ്റോക്കിനെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല. ദെൻ അടുത്ത സ്റ്റോക്ക് ഏതാണ്? സോ ഐ എം ഹോൾഡിങ് രാജേഷ് എക്സ്പോർട്സ്. ദെൻ റിലാക്സോയിൽ പിന്നെ ക്രൂഡിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, അതൊക്കെ തന്നെ റിവൈവ് ചെയ്ത് വന്നോളും. ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. കാൻസായ് നെർലോക്ക് അഗെയിൻ പെയിൻറ്റിങ് കമ്പനീസ് എല്ലാം ക്രൂഡിൻ്റെ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് താഴെയാണുള്ളത്. സോ അതിൽ ഏഷ്യൻ പെയിൻറ്റ്സ് ഇപ്പം നന്നായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇൻഡിഗോ പെയിൻറ്റ്സ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. JNK ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനിത്തിങ് ടു വറി. ബാങ്കിങ് സെക്ടർ എല്ലാം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പോവുകയാണ് ഇന്ത്യയിൽ. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ ടു ഹോൾഡ് JNK ബാങ്ക്. ദെൻ വൈഭവ് ഗ്ലോബലിലും ഞാൻ ഇൻവെസ്റ്ററാണ്. ഐ എം സ്റ്റിൽ ഹോൾഡിങ് ഇറ്റ്. ഐ ഹാവ് ഫുൾ ട്രസ്റ്റ് ഇൻ ദിസ് കമ്പനി ആൻഡ് ഐ വിൽ സെൽ ഓൺലി വെൻ മൈ ടാർഗറ്റ് അച്ചീവ്സ്. ഓക്കെ, ദെൻ പിന്നെ എന്താ പറയുക, സമ്മാൻ ക്യാപിറ്റൽ, ഇന്ത്യ ബുൾ ഹൗസിംഗ് ഫിനാൻസ്, കംപ്ലീറ്റ്ലി ഓക്കെ കമ്പനി, ദർ ഇസ് നോ പ്രോബ്ലം. NBFC. ദെൻ ഡെൻ നെറ്റ്വർക്കിലും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടൊന്നും എന്നൊന്നും പറയാനൊന്നുമില്ല, കാരണം എല്ലാം ഓക്കെയാണ്, ബിസിനസ് എല്ലാം ഫൈൻ, നന്നായിട്ട് പോകുന്നുണ്ട്. സോ ഇറ്റ് വിൽ റിവൈവ്. I am okay to hold that company. Then AWL, Adani Wilmar, completely okay. കോഫി ഡേ, ഇതിനെക്കുറിച്ചുള്ള ഇൻസോൾവൻസി കേസ് വന്നിട്ടുണ്ടായിരുന്നു കോഫി ഡേനെ കുറിച്ചിട്ടുള്ള, അതിൻ്റെ കൃത്യമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. സോറി, നോട്ട് ഇൻ ദ ചാനൽ, യു ഗോ ടു മൈ വെബ്സൈറ്റ്, ദെൻ ഗോ ടു ദ കോഴ്സസ്. ഇവിടെ കാണാം കോഴ്സ്, അതിൽ ഇത് മാസ്റ്ററിങ് ദ മാർക്കറ്റ് എന്ന് പറയുന്ന കോഴ്സാണ്. ഇത് പിന്നെ നമ്മുടെ ഫ്രീ സ്റ്റഡി മെറ്റീരിയലാണ്. അപ്പോൾ അതിനകത്തേക്ക് പോവുക. ഇതിലെന്താ ഗുണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ചുള്ള ഫർദർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഞാൻ കൊടുക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും നിങ്ങൾക്ക് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതിവിടെ കണ്ടില്ല, യൂട്യൂബ് സ്റ്റോക്ക് ഫർദർ അപ്ഡേറ്റ്സ്. അപ്പോൾ അതിൽ അവിടെ വരിക, അവിടെ കോഫി ഡേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീഡിയോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ് ആ കേസ്, എന്തുകൊണ്ടാണ് ഷെയർ പ്രൈസ് ഫോൾ ആയത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. കാരണം കോഫി ഡേൻ്റെ കേസ് പറഞ്ഞാൽ, കോഫി ഡേൻ്റെ വീഡിയോ വന്നത് എപ്പോഴാണ്? December 13, 2023. ഓക്കെ, അപ്പോൾ December 13, 2023 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് അതുള്ളത്? December 13 അല്ലേ, 11, 12, 13 ഈ ക്യാൻഡലിലാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത്. 13 December എന്ന് വെച്ചാൽ ഇവിടെ. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ വീഡിയോ ഉണ്ടാക്കി, നമ്മുടെ എൻട്രി അവിടെ നമുക്ക് കിട്ടി. ഇവിടെ നമ്മുടെ എൻട്രി ആയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കേ, എനിക്ക്
എനിക്ക് പല രീതിയിൽ എൻ്റെ ട്രേഡ്സ് ഉണ്ടാവും. സ്റ്റുഡൻസിനൊക്കെ അറിയാം, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം നമ്മളെങ്ങനെയാണ് പിന്നെ കപ്പ് വിത്ത് ഹാൻഡിൽ പാറ്റേണിന് ശേഷം ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ പൈസ ഉണ്ടാക്കുക എന്നുള്ള കാര്യം നമുക്ക് ഞാൻ പഠിപ്പിച്ചു തന്നെ നമ്മുടെ സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഓൾറെഡി പിന്നെ 33% ഒരു വട്ടം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, എഗെയിൻ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വന്നിട്ട് ഇവിടെ പിന്നെ അടുത്ത ഒരു ട്രേഡ് ഇവിടെ എടുത്തിരുന്നു. അപ്പോൾ അതിൽ എഗെയിൻ 33% പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ 2 വട്ടം 33% പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നെ അതിനകത്ത് നിന്ന് കിട്ടിയ ലാഭമാണ് എനിക്കിപ്പോൾ ഇതിനകത്ത് ട്രേഡിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ വെച്ചിട്ടുള്ളത്, കോഫി ഡേയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ 2 ട്രേഡിൽ നിന്നും കിട്ടിയ ലാഭത്തെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് കാലം വെയിറ്റ് ചെയ്യാൻ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഇത് അറിയാതെ, ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ചാടിക്കയറിയ ട്രേഡുകളൊക്കെ എടുക്കും, പിന്നെ അതിനകത്ത് നിന്ന് എപ്പോൾ എക്സിറ്റ് ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ട്രേഡിൽ ഫോളോ ആകുമ്പോഴത്തേലും അതിനകത്ത് നിന്ന് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കേണ്ടത്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ഈ കോഴ്സിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 10-35 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളാണിത്. അത് അറ്റൻഡ് ചെയ്തിട്ട് ഗുണം കിട്ടിയ എൻ നമ്പർ ഓഫ് പീപ്പിൾ ആർ ദെയർ. ഓക്കെ, അപ്പം നിങ്ങൾ അതൊക്കെ അവരുടെയൊക്കെ റിവ്യൂ നിങ്ങളൊന്ന് പോയി നോക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ ടിപ്പ് എന്ന് പറയുന്നത് എത്ര കാലം നിൽക്കുമെന്ന് അറിയത്തില്ല, അല്ലേ? എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് കോഫി ഡേയിൽ സംഭവിച്ചത്. സോ ഐ ആം റെഡി ടു ഹോൾഡ് കോഫി ഡേ. അപ്പോൾ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ നൗ, അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി. അപ്പോൾ എത്ര ട്രേഡുകൾ നമ്മൾ എടുത്തു, അതിൻ്റെ ബൈ എന്താണ്, എപ്പോഴാണ് എക്സിറ്റ് ആയതെല്ലാം നമ്മൾ നോക്കി. അപ്പോൾ ഇതിൽ പിന്നെ CAGR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര പൈസ നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു അത് നോക്കണം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഡേറ്റും അതേപോലെ തന്നെയാണ്, വീഡിയോ ഡേറ്റാണത്. വീഡിയോ 15 ഓഗസ്റ്റ് 2023, അതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഡേറ്റ്. അതേ ഡേറ്റിൽ തന്നെയാണ് ഞാൻ 10,000 രൂപ വെച്ചിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നത് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഓരോ ഡേറ്റിലും നമ്മളിവിടെ മാർക്കറ്റിലേക്ക് പൈസ കൊണ്ടുവന്നിട്ടുണ്ട്, അതാണ് മൈനസ് ആയിട്ട് കാണിക്കുന്നത് ഇവിടെ. ദെൻ നെറ്റ് വാല്യൂ ആസ് ഓൺ, അപ്പോൾ നമ്മൾ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 6,50,000 രൂപ നമ്മൾ ടോട്ടലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ. ഓക്കെ, അതെവിടുന്നാണ് വന്നത്, ഈ 10,000-ൻ്റെ ടോട്ടലാണ്, ബൈ വാല്യൂവിന് ടോട്ടലാണ് 6,50,000 രൂപ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ 6,50,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. പ്രോഫിറ്റ് വന്നിരിക്കുന്നത് 2,23,162 രൂപയാണ്. എന്ന് വെച്ചാൽ 34% പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാകാൻ പറ്റി. ഓക്കെ, എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് വന്ന് ആ ദിവസവും അതിനുശേഷം പിന്നെ അത് എപ്പോഴാണോ ടാർഗറ്റ് അച്ചീവ് ആയത്, ആ ടാർഗറ്റിൽ നമ്മളതിൽ സെല്ല് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെയുള്ള ഒരു വർഷം മുഴുവനായിട്ടും ആയിട്ടില്ല, എന്നിട്ട് കൂടി 34% നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. CAGR എന്ന് പറയുന്നത് 39-40 പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിപ്പോൾ ലൈവാണ്, മാർക്കറ്റ് ലൈവാണ്. അപ്പോൾ CAGR കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. ഇപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ 40 ആയിരുന്നു, ഇന്ന് 39 ആയിട്ടുണ്ട്. ഇത് 41 വരെ പോയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഓക്കെ, കംപ്ലീറ്റ്ലി ഫൈൻ. പക്ഷേ 39-40 ആവറേജിൽ CAGR എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കുമ്പോൾ എത്ര ട്രേഡുകൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, 65 ട്രേഡുകൾ നമ്മൾ എടുത്തു. പ്രോഫിറ്റ് ബുക്കായത് 52 കമ്പനികളിൽ പ്രോഫിറ്റ് ബുക്കായിട്ടുണ്ട്. 13 കമ്പനികളിൽ പ്രോഫിറ്റ് ബുക്കായിട്ടില്ല. പക്ഷേ ഞാൻ ലോസും ബുക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ അത് അൺറിയലൈസ്ഡ് ആണ്. ഓക്കെ, റിയലൈസ്ഡ് പ്രോഫിറ്റാണ് ഈ 52 കമ്പനി എന്ന് പറയുന്നത്. അൺറിയലൈസ്ഡ് ആയിട്ട് 13 കമ്പനീസ് ഇപ്പോൾ ലോസിലുണ്ട്. അപ്പോൾ 80% നമ്മുടെ ഓവറോൾ വിന്നിംഗ് റേറ്റ് എന്ന് പറയുന്നത് ഇതുവരെയുള്ള കൺസെപ്റ്റിൽ. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇത് 100%. കാരണം ഞാൻ പ്രോഫിറ്റിൽ എത്തുമ്പോഴേ വിൽക്കുള്ളൂ. അത് ആസ് സിമ്പിൾ ആസ് ദാറ്റ്, അല്ലേ? സോ ഐ ഹോപ്പ്, എന്താ പറയുക, നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു. ഇത് ഞാൻ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ F&O ചെയ്യാൻ വേണ്ടി പോകാതിരിക്കുക. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഈ വീഡിയോ കൊണ്ട്, വേറൊന്നുമല്ല. കാരണം 30-40% CAGR മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ എൻ്റെ കോഴ്സിൽ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും 30-40% CAGR നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യം. അപ്പോൾ അത് ആസ് എൻ ഓപ്പൺ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തിട്ട് ആണ് കഴിഞ്ഞ ഒരു വർഷങ്ങളായിട്ട് ഞാൻ വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം നമ്മുടെ ഫേക്കായിട്ടുള്ള കുറേ സ്ക്രീൻഷോട്ടും കാണിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലുള്ളതല്ല. ഇത് ഓപ്പണാണ്. ഓരോ ഡേറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓരോ ഡേറ്റിൻ്റെയും ബൈ സെൽ എല്ലാം നിങ്ങൾ നോക്കി നിങ്ങൾ സ്വന്തമായിട്ട് ഷീറ്റ് ഉണ്ടാക്കി നോക്കിക്കോളൂ. എന്തായാലും ഇതിപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഷീറ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടതിലും
പിന്നെ നിങ്ങൾക്ക് എൻ്റെ കോണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയുന്നതിലും ഒരുപാട് സന്തോഷം സുഹൃത്തുക്കളെ. അതേപോലെ തന്നെ സപ്പോർട്ട് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. വെബ്സൈറ്റ് നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഞാൻ കുറേ അപ്ഡേറ്റ്സുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ സീ യു വിത്ത് അനദർ വൺ. ബൈ.